മുഖ്യമന്ത്രിയെ വഴിയിൽ തടയുമെന്ന് LDF പ്രഖ്യാപിച്ചതിന് ശേഷം ഇതാദ്യമായാണ് ഉമ്മൻചാണ്ടി നാളെ ജില്ലയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ സർവ്വസന്നാഹങ്ങളുമൊരുക്കി മുഖ്യമന്ത്രിയെ തടയാനുള്ള തയ്യാറെടുപ്പിലാണ് LDF. മാത്രവുമല്ല, സെക്രട്ടേറിയറ്റ് സമരം പാതിവഴിയിൽ അവസാനിപ്പിച്ചതിന്റെ പേരിൽ LDFന്, പ്രത്യേകിച്ച് CPIMന് ജില്ലയിലെ അണികൾക്കിടയിൽ നിന്നും കേൾക്കേണ്ടി വന്ന പഴി ചെറുതല്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ശക്തികേന്ദ്രമായ കണ്ണൂരിൽ മുഖ്യമന്ത്രിയെ തടയുക വഴി അണികൾക്ക് മുന്നിലും പൊതുസമൂഹത്തിന് മുന്നിലും നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയെ തടയാൻ ശ്രമിച്ചാൽ പ്രവർത്തകരെ ഉപയോഗിച്ച് ഇവരെ നേരിടുമെന്ന് കണ്ണൂർ DCCയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകൻ ഇതിന് ശ്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് CPIMും പ്രഖ്യാപിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാവാനാണ് സാധ്യത. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാട്ടുന്നവരെ നേരിടാൻ കോൺഗ്രസിൻ്റെ ക്രിമിനലുകളെയാണ് രംഗത്തിറക്കുന്നതെങ്കിൽ അതിനെ ശക്തമായി തിരിച്ചടിക്കും എന്ന് വ്യക്തമാക്കാൻ CPIM ആഗ്രഹിക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് ശേഷമുള്ള 2 പൊതുപരിപാടികളിലാണ് ജില്ലയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുക. ചെമ്പേരിയിൽ ഒരു സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്റ്റേഡിയം ഉദ്ഘാടനവും കണ്ണൂരിൽ IRDP വിപണനമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനവുമാണ് ഇവ. എന്തായാലും മുഖ്യമന്ത്രി നാളത്തെ കണ്ണൂർ യാത്ര റദ്ദ് ചെയ്യുമോ അതോ അണികൾ തെരുവിൽ ഏറ്റുമുട്ടുമോ എന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. മീഡിയ 1 കണ്ണൂർ.